ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് നീനു ജോൺ. ഞാനൊരു CA ഫൈനൽ സ്റ്റുഡൻ്റാണ്. അപ്പം ഞാൻ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഞാൻ CA ഫൈനലിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ കല്യാണത്തിന് ശേഷം ഒരു ചെറുതല്ല ഒരു ലോങ് ബ്രേക്ക് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ വീണ്ടും പഠിത്തം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് നല്ല മടിയാണ്. അപ്പോൾ ഞാൻ കുറേ നാളുകളായിട്ട് വിചാരിക്കുന്നു ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ. അപ്പോൾ എന്തായാലും ഫൈനലി ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് നല്ല മടിയുണ്ട് പഠിക്കാൻ. അപ്പോൾ എവിടുന്ന് തുടങ്ങണം, എന്ത് ചെയ്യണം എന്നൊന്നും യാതൊരു പിടുത്തവുമില്ല. അപ്പം ഞാൻ എന്തായാലും കൊണ്ടുവന്ന ബുക്കൊക്കെ അടുക്കി എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഫൈനലിൽ ഒരു ഗ്രൂപ്പ് മാത്രം എഴുതാമെന്നാണ് ഇപ്പം. അപ്പോൾ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സബ്ജക്റ്റാണുള്ളത്. അപ്പം ഞാൻ ആ 3 സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കി മാറ്റി എടുത്ത് വെക്കുകയാണ്. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഞാനൊരു 2 to 3 hours മാത്രമേ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഞങ്ങൾക്ക് CA എന്ന് പറയുമ്പം ഏകദേശം ഒരു 10 to 12 hours എങ്കിലും പെർ ഡേ പഠിച്ചാലേ എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ. പക്ഷെ നമുക്കിത് മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടുവരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നെന്തായാലും എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു 3 hours പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പം ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആക്ച്വലി ആ പഠിച്ചത് മൊത്തം ഞാൻ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനത് അപ്ലോഡും ചെയ്തു. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ഒപ്പം ഇരുന്ന് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോ എടുത്ത് വെച്ച് കാണാം. ഞാൻ ചെറിയ മ്യൂസിക്കൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്തത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പഠിക്കാൻ മൂടില്ലാണ്ടിരിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെയാണ് ചെയ്യാറ്. 50 minutes സ്റ്റഡി വിത്ത് മീ അങ്ങനെയുള്ള വ്ളോഗ്സൊക്കെ ആരുടെങ്കിലുമൊക്കെ എടുത്ത് കാണും. എന്നിട്ട് അത് ഓണാക്കി വെച്ചിട്ട് അവരുടെ കൂടെ ഇരുന്ന് പഠിക്കും. അപ്പം നമ്മൾ തന്നെയല്ല പഠിക്കുന്നതിന് ഒരു തോന്നൽ നമുക്കുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാനത് ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് കയറി കാണുക. പിന്നെ അതുപോലെ തന്നെ ഇതെൻ്റെ ഫസ്റ്റ് സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ ഒരുപാട് കണ്ടൻ്റ് ഒന്നും ഇല്ല ഇതിൽ. എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീണ്ടും ഇതേപോലെ സ്റ്റഡി വ്ളോഗ്സ് കണ്ടൻ്റൊക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലൊക്കെ അറിയിക്കുക. അപ്പം ഞാൻ എന്തായാലും ഇന്നിരുന്ന് കുറച്ച് നേരം പഠിച്ചു. അത്ര പ്രൊഡക്റ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര പ്രൊഡക്റ്റീവ് ഒന്നും ആയിരുന്നില്ല. പക്ഷേ എങ്കിലും നമ്മൾ ചുമ്മാ എല്ലാ ദിവസവും വേസ്റ്റ് ആക്കുന്നതിൽ നല്ലതല്ലേ കുറച്ചെങ്കിലും പ്രൊഡക്റ്റീവ് അല്ലാണ്ടിരിക്കുന്നതെങ്കിലും പഠിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ എന്തായാലും ഞാൻ കുറച്ച് നേരം പഠിച്ചിരുന്നു. ഇനി മുതൽ എന്തായാലും ഞാൻ എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കാൻ നല്ലോണം ശ്രമിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും അതിൻ്റെയൊക്കെ വീഡിയോ എന്തായാലും ഇടുകയും ചെയ്യും. അപ്പം നിങ്ങൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ പഠിക്കാനിരിക്കുമ്പം കൂടുതലും ഏതെങ്കിലും ഒരു ടേബിളിലോ അല്ലെങ്കിൽ കട്ടിലൊക്കെ ഇരുന്നാണ് പഠിക്കുക. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഒരു സ്ഥലമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ടേബിളൊക്കെ അറേഞ്ച് ചെയ്തു. ടേബിൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഒരു മിനിമൽ രീതിയിലാണ് അറേഞ്ച് ചെയ്യുക. അപ്പം മാത്രമല്ല ഞാനൊരു ടൈമർ വെച്ചിട്ടാണ് പഠിക്കുക. ടൈമർ പലപ്പോഴും ഞാൻ എൻ്റെ സ്മാർട്ട് വാച്ചിലാണ് വെക്കുക. അല്ലാണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക ടൈമർ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സ്മാർട്ട് വാച്ചിൽ തന്നെ നമ്മൾ ടൈമർ സെറ്റ് ചെയ്താൽ മതി. അപ്പം നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാതെ നമുക്കിരുന്ന് ഒരു 50 minutes അല്ലെങ്കിൽ 1 hour ഒക്കെ പഠിക്കാൻ പറ്റും. ഞാൻ കൂടുതൽ 50 minutes ടൈമറാണ് വെക്കുക. അത് കഴിഞ്ഞിട്ട് 50 minutes കഴിഞ്ഞിട്ട് ഒരു 10 to 15 minutes ബ്രേക്ക് എടുക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്നിരുന്ന് പഠിക്കും. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറ്. അപ്പോൾ ഇന്നും അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തത്. സത്യം പറഞ്ഞാൽ ഇന്നൊരു 3 hours പഠിച്ചുള്ളെങ്കിൽ പോലും ഞാൻ നല്ല രീതിയിൽ ബേൺ ഔട്ടായി. കാരണം കുറേ നാൾ കൂടി പഠിക്കുന്നതാണ്. അപ്പം പക്ഷെ എങ്കിലും ഞാൻ കുഴപ്പമില്ല, ഇന്ന് സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ, കുഴപ്പമില്ല. നാളത്തേക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യണം. നാളെ ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂറൊക്കെ പഠിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ സ്ട്രക്കായി നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഇനി PG ചെയ്യണം, അല്ലെങ്കിൽ ഇതേപോലെ CA പഠിക്കുന്നെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തി ഡ്രോപ്പ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നതിൽ ഒരു മടിയും വിചാരിക്കേണ്ട. ഇത്ര നാൾ എന്തുകൊണ്ട് ചെയ്യാണ്ടിരുന്നു, അപ്പോൾ ഇനി ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുമോ, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. നമ്മൾ പെട്ടെന്ന് തന്നെ റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ചെയ്യാണ്ടിരിക്കുന്നതിനേക്കാളും നല്ലതാണ് കുറച്ചെന്തെങ്കിലും ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചെയ്യാം. നമ്മളെപ്പോഴും പെർഫെക്ഷനിൽ ഫോക്കസ് ചെയ്യേണ്ട. നമ്മൾ ചിലപ്പം വിചാരിക്കുമോ രാവിലെ എണീറ്റിട്ട് നേരത്തെ പഠിക്കാം. അപ്പോൾ അങ്ങനെ രാവിലെ എണീക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ലേറ്റായിട്ടാണ് എണീക്കുന്നത് എങ്കിൽ പോലും ആ സമയം തൊട്ട് നമുക്ക് നല്ല രീതിയിൽ അത് യൂസ് ചെയ്യാം.
അതേപോലെ നമ്മൾ ഇത്രയും നാളും വേസ്റ്റാക്കി, കുറേ ഡേയ്സ് വേസ്റ്റാക്കി. ഓക്കെ, ഇനി എന്തായാലും അങ്ങനെ പോട്ടെ, ഇനി അല്ലെങ്കിൽ മൺഡേ ആവട്ടെ, അല്ലെങ്കിൽ 1-ാം തീയതി ആവട്ടെ, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ ഫസ്റ്റ് ഡേ തൊട്ട് പഠിക്കാം. അങ്ങനെ നമ്മൾ കുറേ എക്സ്ക്യൂസൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നും നോക്കണ്ട, എന്തായാലും എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക. ബൈ.